നമുക്ക് ഇതുപോലൊരു ചിമ്മിണി ഇതിന്റെ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ പറയാറുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്യാനും അതുപോലെ ഊരിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഫിൾ ഫിൽട്ടർ ആണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ബാഫിൾ ഫിൽറ്ററിന്റെ ഈ ഒരു ലോക്ക് നമുക്ക് പുറകോട്ട് വലിച്ചിട്ട് നമുക്ക് ഇത് ഊരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് ഇപ്പം നിറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. കംപ്ലീറ്റ് നല്ല അഴുക്കുണ്ട്, കണ്ടില്ലേ, നല്ല അഴുക്കുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ അഴുക്കിരുന്നാൽ തന്നെ ഇതിന്റെ സെക്ഷനെ ഒരുപാട് ബാധിക്കും. സെക്ഷൻ വളരെ കുറവ് നമുക്ക് ഫീൽ ചെയ്യും. എയർ ഒന്നും കറക്റ്റായിട്ട് പുറത്തേക്ക് പോകില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഊരി നമുക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പൊ ഇത് കണ്ടില്ലേ, നമ്മുടെ ഇതാണ് ഇതിന്റെ ഒരു ലോക്ക് വരുന്നത് കേട്ടോ. ഈ ലോക്ക് ഇങ്ങനെ മേളിലേക്ക് പ്രസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇത് നേരെ താഴത്തേക്ക് പുറകോട്ട് വലിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അടിഭാഗത്തൊന്ന് കൈ പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നേരെ ഇത് താഴത്തേക്ക് വന്ന് വീണിട്ട് നമ്മുടെ ഗ്ലാസ് ടോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പുറത്തേക്ക് വന്നാൽ ഗ്ലാസ് ടോപ്പ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ പുറകോട്ട് എടുക്കുന്നു, ഇതിൽ പിടിച്ച് നേരെ താഴത്തേക്ക് വലിക്കുന്നു. കണ്ടാ, ചെറിയൊരു ബലം കൊടുത്തു കഴിഞ്ഞാൽ വലിച്ച് താഴത്തേക്ക് പോരും. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഇത്രയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അഴുക്ക് വന്നാൽ തന്നെ കണ്ടില്ലേ, അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര അഴുക്ക് വന്നാൽ തന്നെ ഇതിനകത്ത് സെക്ഷൻ കുറയാനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണമെന്ന് നോക്കാം. നമുക്കിത് രണ്ട് രീതിയിൽ വാഷ് ചെയ്യാം കേട്ടോ. അതായത് നമുക്കൊരു ചെറിയൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ, കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ, ഈ സ്ക്രൂ ഒന്ന് ഒരു ജസ്റ്റ് ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മാത്രം ഉള്ള ക്ലീനിങ്ങും കൂടി പറഞ്ഞുതരാം. ഇതിങ്ങനെ സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ സ്ക്രൂ ശ്രദ്ധിച്ച് എഴുതി മാറ്റി വെക്കുക. അല്ലെങ്കിൽ അത് നമ്മളിത് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രൂ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിന്റെ ഇപ്പുറത്തെ വശത്തുള്ള ഈ ഒരു ലോക്ക് നേരെ പുറകോട്ട് എടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ പുറകോട്ട് എടുക്കുക. പതുക്കെ ഒന്ന് തിരിക്കുക. തിരിച്ചു കഴിയുമ്പോൾ ഈ വശം പുറത്തേക്ക് വരും. ഇങ്ങനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഏത് സൈഡിലേക്കാണ് തിരിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് തിരിക്കുക. എന്താ, ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഇതുപോലെ പുറത്തേക്ക് വരും. കണ്ടില്ലേ, ഈ ഒരു ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അറ്റാച്ച്മെന്റ് ആണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം വലിക്കുമ്പോൾ ഇത് മൂവ് ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നതാണ്. ഈ ഒരു ലോക്ക് ഉള്ളിലേക്ക് പോകുന്നതാണിത്. അപ്പോൾ ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫുള്ളായിട്ട് വലിയണം കേട്ടോ. ഫുള്ളായിട്ട് വലിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അകത്തുനിന്ന് ചിമ്മിണിക്കകത്തുനിന്ന് ലോക്ക് പുറത്തേക്ക് വരുള്ളൂ. ഇത്രയും വെച്ചിട്ട് പോരാ, ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം വലിക്കാനായിട്ട്. ടൈറ്റ് ആയിട്ട് നിൽക്കുന്നവർ അത് വലിച്ചാൽ മാത്രമാണ് പുറത്തേക്ക് ഈ ലോക്ക് ഊരിപ്പോരുള്ളൂ. അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. നമുക്ക് ഈ ഫിൽറ്റർ പുറത്തേക്ക് ഊരിയെടുക്കാനായിട്ട് ഭയങ്കര ഒരു ടൈറ്റ് ഫീലിംഗ് വരും. ഇതിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിന്റെ ഷാർപ്പ് എൻഡ്സ് എല്ലാം ഭയങ്കര ഷാർപ്പായി ഈ ഭാഗങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ കുറച്ച് കെയർ ചെയ്യണം. കാര്യം നമ്മുടെ കൈയൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ പിടിച്ച് പുറകോട്ട് വലിക്കുക. കണ്ടാ, സൈഡിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിൽറ്റർ രണ്ടായിട്ട് നമുക്ക് ഊരിയെടുക്കാം. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ കണ്ടില്ലേ, അഴുക്കിരിക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. രണ്ട് സൈഡും ക്ലീൻ ചെയ്യാം. ഇനി അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് കണ്ടേ, ഇതിന്റെയൊക്കെ ഈ എൻഡാണ് നമ്മൾ ചെയ്യുമ്പോൾ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം തന്നെ മൊത്തം കീറിപ്പോവും. അപ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത്. നമ്മളതിനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലെ സാധാരണ വിമ്മിൻ്റെ അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും ഒരു നോർമൽ ലിക്വിഡോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ വേണം കേട്ടോ. ഒരിക്കലും പച്ച, അതായത് ഈ ഒരു പച്ച കളർ സ്ക്രബ്ബർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യരുത്. ഇത് കീറിപ്പോവും. ഇത് കീറിയിട്ട് നമ്മുടെ കൈയും അതുമേ ടച്ച് ചെയ്തിട്ട് നമുക്ക് കൈയൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൈപ്പ് തുറന്നിട്ട് ഒന്ന് വെള്ളം തളിക്കുക. വെള്ളം തളിച്ചതിന് ശേഷം ഈ ഒരു സ്ക്രബ്ബർ ഇതിൻ്റെ ഓരോ സ്ലോട്ടിലും, അതായത് കുറച്ച് ലിക്വിഡ് എടുക്കുക. പാത്രം കഴുകുന്ന പോലെ തന്നെ വലിയ പണി ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഷാർപ്പായിട്ടുള്ള എൻസ് ആയതുകൊണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അല്ല, ഇതിൻ്റെ സ്ലോട്ടുകൾ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇത് കുറേ നാൾ ക്ലീൻ ചെയ്യാതിരുന്നിട്ട് ആ ഭാഗങ്ങൾ കുറച്ച് റെസ്റ്റ് ആയിട്ടുണ്ട്. കണ്ട, അഴുക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ട്. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അത് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നല്ല വൃത്തിയായിട്ടിരിക്കും. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് ഒന്ന് താഴെ വെച്ചിട്ടാണെങ്കിൽ ക്ലീൻ ചെയ്തോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി നമ്മളെ കൈ ഒന്ന് സേഫ്റ്റി ആയിട്ടിരിക്കും. കണ്ട, ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്തോരം അഴുക്കാ പോകണമെന്ന് നോക്കിയാൽ. അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അഴുക്കാണ്. ഇത് നമ്മൾ ഓയിലും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും അഴുക്കും എല്ലാം കൂടി ആ കരിയും പുകയൊക്കെ ഇതിനകത്ത് പറ്റി പിടിച്ചിരുന്ന് ഉണ്ടാകുന്നൊരു അഴുക്കാണ്. ഇത് വന്ന് ഇങ്ങനെ ഓയിൽ കണ്ടന്റൊക്കെ ഇതിനകത്ത് കൂടുതലായിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാലും നമ്മളുടെ ചിമ്മിണിക്ക് സക്ഷൻ വളരെ കുറയും. വീണ്ടും പറയാണ്, ശ്രദ്ധിക്കണം. ഷാർപ്പ് എൻസാണ്, കൈ മുറിക്കരുത്. എന്തെങ്കിലും ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്യുക. കണ്ട, നിങ്ങൾക്ക് സിങ്കിൽ കാണുന്നുണ്ടാവും എന്തോരം അഴുക്കുണ്ടെന്നുള്ളത്. ഇത്രയും അഴുക്കാണ് ഇതിനകത്തുള്ളത്. നമ്മളിവിടെ നിന്ന് വലിച്ചു കളയുന്നതാണ്.
ഈ ഇരിക്കുന്നത് അഴുക്കല്ല കേട്ടോ, അത് ജസ്റ്റ് റെസ്റ്റ് പോലെ വന്നേക്കണാണ്. കുറേ നാൾ ക്ലീൻ ചെയ്യാതിരുന്നിട്ട് ഉപയോഗിക്കാണ്ടിരുന്ന് ക്ലീൻ ചെയ്യാതിരുന്നൊക്കെ ഇരുന്നിട്ട് വന്നേക്കുന്ന ഒരു റെസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ അത് ഇവിടെയും ഒന്ന് ക്ലീൻ ചെയ്യുക. ഇവിടെ അഴുക്ക് കാര്യമായിട്ട് ഉണ്ടാവില്ല, എങ്കിലും നമ്മൾ ഒന്ന് വൃത്തിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഈ സൈഡ് കൂടി ഒന്നിങ്ങനെ ക്ലീൻ ചെയ്യുക. കാര്യം ഒത്തിരി പേർക്ക് ഒരു ഡൗട്ടുള്ള ഒരു ഏരിയയാണ് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, എന്തൊക്കെ ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പാത്രം കഴുകുന്ന എല്ലാ ലിക്വിഡും നമുക്ക് ഉപയോഗിക്കാം, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതുണ്ടല്ലേ, ഇപ്പം നല്ല നീറ്റാണ്, ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം, വാഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത്ര അഴുക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചിമ്മിനിയുടെ ഫിൽറ്ററും ആ ഫിൽറ്ററിരിക്കുന്ന ഭാഗവും എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കും. അതുപോലെ അതിൻ്റെ മറ്റൊരു പാർട്ടാണ്, 2 ഭാഗമാണല്ലോ, മറ്റൊരു പാർട്ടാണ്. ഇതിനകത്ത് അധികം അഴുക്കുണ്ടാവില്ല. കാര്യം വെച്ചാൽ മേളിൽ തന്നെ ഒരു താഴെ വന്ന പീസായതുകൊണ്ട് അതിനകത്ത് അഴുക്കുണ്ടാവില്ല അധികം. ആ ഉള്ളിൽ വന്ന ആ ഒരു കവറിങ്ങിൽ മാത്രമേ നന്നായിട്ട് അഴുക്കുണ്ടാവുള്ളൂ. ഇതും അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ആ സ്ലോട്ടുകളെല്ലാം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇതിനകത്ത് കാര്യമായിട്ട് അഴുക്കില്ല ആ ഭാഗത്ത്. അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ഇനിയിപ്പോൾ കൈകൊണ്ട് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു തുണി കൂട്ടിയിട്ടായാലും നന്നായിട്ട് ഒന്ന് പിടിക്കുക. അതിന് നമ്മൾ ഈ പിടിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഫിൽറ്റർ സ്ലിപ്പായി കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് കൊണ്ടിട്ട് നമ്മുടെ കൈ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ ഒരു സൈഡും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫിൽറ്ററിൻ്റെ ഈ ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ മടക്കി വെക്കുന്നത്. അതായത് ഈ ഒരു ഫിൽറ്ററിൻ്റെ ഈ ഗ്യാപ്പിലാണ് മറ്റേ ഫിൽറ്ററിൻ്റെ ഭാഗം മറിഞ്ഞു വരുന്നത്. അതായത് ഇങ്ങനെ കയറി ഇറങ്ങിയാണ് ഇതിനകത്തുകൂടി ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഫിൽറ്ററുള്ള മോഡലുകളിലെല്ലാം തന്നെ അഴുക്ക് കൂടുതൽ ഉണ്ടാവുക ഈ ഒരു ഫിൽറ്ററിനകത്തായിരിക്കും. മറ്റേ ഇനിയിപ്പോൾ 2 ഭാഗം നമ്മളിങ്ങനെ 2 പീസായിട്ട് എന്ന് പറഞ്ഞില്ല, 2 ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുക. ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ, ശ്രദ്ധിച്ചിട്ട് കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. ഇത് നെക്കി കൊടുക്കുക. ഈ നെക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നടുക്കൊരു ജോയിന്റ് ഉണ്ടാവും. ഈ ജോയിന്റിനകത്ത് ഈ ഒരു ജോയിന്റിനകത്തേക്ക് ഇടയിലോട്ട് കയറി പോകരുത്. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുക, ഇവിടെയും പ്രസ് ചെയ്യുക. ഇതൊരു ലോക്കാണ് ആക്ച്വലി. 4 വശത്തും ഇതുപോലത്തെ ചെറിയൊരു ലോക്ക് ഉണ്ടാവും, കുഞ്ഞു ലോക്ക്. ഒരുപാട് ഇതൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ലോക്ക് മാത്രം. എന്നിട്ട് നമ്മൾ മുമ്പെടുത്ത ആ ഊരിയെടുത്ത ഈ ഒരു ലോക്ക്, ഇത് നമ്മൾ എങ്ങനെയാണോ ഊരിയത് ഇങ്ങനെ നമ്മൾ താഴത്തേക്ക് ചരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു, തിരിച്ച് അതേപോലെ തന്നെ മുകളിലേക്ക് കയറ്റി വെച്ചു. പിന്നെ നമ്മൾ കഴുകുമ്പോഴേക്കൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും താഴെ വീഴാനോ അല്ലെങ്കിൽ ഷീറ്റ് താഴെ വീഴാനോ ഒന്നും സംഭവിക്കരുത്. കാര്യം അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചളുക്ക് വന്നേക്കുന്നുണ്ട്. ഈ ഒരു ചളുക്ക് വന്നേക്കുന്നതുകൊണ്ടിട്ട് ഇത് കറക്റ്റായിട്ട് അതിന്മേലേക്ക് ബോഡിയിലേക്ക് ചിലപ്പോൾ കയറാനോ അല്ലെങ്കിൽ വീഴാതിരിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ താഴെ കഴുകുമ്പോഴത്തേക്കും താഴത്ത് പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിരുന്നു. ഇനി നമുക്ക് മറ്റേ ആ പഴയ സ്ക്രൂ അങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. തീരെ ചെറിയൊരു സ്ക്രൂ ആണ് കേട്ടോ, അപ്പം കൈമോശം വന്നു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. മുറുക്കുക. എന്നിട്ട് ഇതൊന്ന് പെറുക്കെ ഇങ്ങനെ ഒന്ന് അനക്കി നോക്കുക. ഓക്കെ, വർക്കിംഗ് ആണെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ് ആണ്. ഇനി ഇങ്ങനെ മൊത്തത്തിൽ ഊരിയെടുത്ത് മൊത്തത്തിൽ ഊരിയെടുത്തിട്ട് ഇങ്ങനെ 2 പീസാക്കിയിട്ട് കഴുകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് നേരെ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഓരോ സ്ലോട്ടിൻ്റെ ഇടയിലോട്ടും ഈ സ്ക്രബ്ബറിൻ്റെ ഭാഗം ഈ ഒരു സ്ലോട്ടിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ നോക്കേണ്ട ആവശ്യമില്ല, കാര്യം നമ്മുടെ കൈ മുറിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇതുപോലെ ചെയ്യുക. അല്ല അഴിച്ച് നല്ല കുറച്ചൊരു ഡീപ്പായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. ഇത് എല്ലാ ഫിൽറ്ററും ചിലപ്പോൾ ഇതുപോലെ നമുക്ക് അഴിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതുപോലൊരു ലോക്കുള്ള, അതായത് ഇവിടെ ഒരു സ്ക്രൂവും ഒക്കെയുള്ള ലോക്ക് ഉണ്ടെങ്കിൽ ഒരു ടൈപ്പ് ലോക്കിന് മാത്രമേ അത് പറ്റുള്ളൂ, അല്ലാത്തതിന് പറ്റില്ല.